കെ ഹാഷിഖ് കൗൺസിൽ സ്ഥാനം രാജിവെക്കണമെന്ന് BJP വയലാറിൽ പന്തം കൊളുത്തി പ്രകടനം. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. LDF കൗൺസിലർമാർ സെക്രട്ടേറിയറ്റ് മാർച്ചിനായി പോവുകയും വയലാർ വാർഡ് കൗൺസിലർക്ക് മർദ്ദനമേറ്റതുമായ സംഭവത്തിൽ വാർഡ് കൗൺസിലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വയലാറിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നത്. തുടർന്ന് നടന്ന യോഗം BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും മറ്റും രാജിവെപ്പിക്കുകയല്ല, കൗൺസിലർ സ്ഥാനം രാജിവെപ്പിക്കാൻ LDF നേതൃത്വം തയ്യാറാകണമെന്ന് ജിതേഷ് ആവശ്യപ്പെട്ടു. ഇന്നലെ വെളുപ്പിന് LDFന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് പോയ ഈ വാർഡിലെ കൗൺസിലർ, 4-ാം വാർഡിലെ കൗൺസിലർ KK ഹാഷിഖിന് തിരുവനന്തപുരം നന്ദനം ഹോട്ടലിൽ വെച്ച് മർദ്ദനമേൽക്കുകയുണ്ടായി. ഈ മർദ്ദനമേറ്റ വിഷയം നാട്ടിൽ മുഴുവൻ പാട്ടായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഈ മർദ്ദനമേറ്റതെന്നോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നോ ഉള്ള കാര്യത്തെക്കുറിച്ച് ജനങ്ങൾക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. എന്താണ് വിഷയം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ മറ്റുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് മർദ്ദനമേറ്റത് അവിടെ വെച്ച് ഈ വാർഡിലെ തന്നെ അല്ലെങ്കിൽ ഉള്ള ഒരു യുവതിയുമായി ഉണ്ടായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ അല്ലെങ്കിൽ ആ സൗഹൃദവുമായി ബന്ധപ്പെട്ട് അവിടെ റൂം എടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഘർഷമാണെന്നും ആ സംഘർഷത്തിലാണ് പരിക്കേറ്റതുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ പറഞ്ഞ കൗൺസിലർ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നും കൗൺസിലർ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭവുമായി ഭാരതീയ